നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. എല്ലാ സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് കഴിയുന്നതോടുകൂടി, അതായത് പശ്ചിമ ബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി കഴിഞ്ഞതോടുകൂടി തെരഞ്ഞെടുപ്പ് നടക്കപ്പെട്ട 5 പ്രദേശങ്ങളിലെ, അതിനകത്ത് 5 സംസ്ഥാനങ്ങളും ഒരു യൂണിയൻ ടെറിട്ടറിയും അടക്കമുള്ള പ്രദേശങ്ങളിലെ റിസൾട്ടുകൾ, അതിനെക്കുറിച്ചുള്ള സർവേ ഫലങ്ങൾ വരികയാണ്. റിസൾട്ട് എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. സർവേ ഫലങ്ങൾ ഒരിക്കലും യാഥാർത്ഥ്യമാകും എന്ന് പൂർണ്ണമായി വിശ്വസിക്കാനും കഴിയില്ല. എന്നാൽ പോലും കൃത്യമായി പറയട്ടെ, കേരളത്തിൽ ഇടതുപക്ഷത്തിന് തകർച്ചയുണ്ടാകുന്നു, കോൺഗ്രസിന് അധികാരം കിട്ടുന്നു. അതൊഴിച്ചാൽ ബാക്കിയൊന്നും കോൺഗ്രസിന് ശുഭകരമായിട്ടുള്ള കാര്യമല്ല, ഇന്ത്യ മുന്നണിക്ക് ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അസാമിൽ BJP, പശ്ചിമ ബംഗാളിൽ BJPയുടെ നേരിട്ട് ഉള്ള പോരാട്ടം, തൃണമൂൽ കോൺഗ്രസുമായുള്ള പോരാട്ടത്തിൽ നേരിയ ഭൂരിപക്ഷത്തോടെ BJP അധികാരത്തിൽ വരുമെന്ന് പറയുന്നു. തമിഴ്നാട്ടിൽ മുന്നണി മാറ്റമുണ്ടാകും. സ്റ്റാലിൻ്റെ സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ്, സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന മുന്നണി പരാജയപ്പെടുകയും അവിടെ AIDMK BJP സഖ്യം അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. പുതുച്ചേരിയിലും NDAക്ക് മുൻതൂക്കം എന്ന് പറയുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത്, കേരളത്തിലെ കേവലം ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് UDFനെ വല്ലാതെ ആഹ്ലാദപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, അതായത് ഈ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പ്രഡിക്ഷൻ, അതിനെ തള്ളിക്കളയാനാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. നമുക്ക് ഒരിടത്തും UDFന് ഒരു ക്ലീൻ സ്വീപ്പ് പറഞ്ഞിട്ടില്ല. 75, 77, 80 ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ ഭരണവിരുദ്ധ തരംഗം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ ഒരു ക്ലീൻ സ്വീപ്പാണ് UDF പ്രതീക്ഷിക്കുന്നത്. 90 അതിന് മേളിലേക്കോ സീറ്റ് നേടിയെടുത്ത് 3/2 ഭൂരിപക്ഷത്തിലേറെ വോട്ട് ഷെയറുമായി അധികാരത്തിലേക്ക് വരിക, ഇത്തരത്തിലേക്ക് ഒരു കാര്യമാണ് UDF നേതാക്കൾ ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലും മോശമല്ലാത്ത രീതിയിൽ വരികയും തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും അതാത് ഭരണം തുടർച്ചയുണ്ടാകുന്ന രീതിയിലേക്ക് വരികയും അസാമിൽ മുന്നണി മാറ്റം ഉണ്ടാകുന്ന സാഹചര്യം വരികയും ഒക്കെ ചെയ്യുമെന്ന വിശ്വാസം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസ് നേതൃത്വത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷയ്ക്ക് വകയുള്ള ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ദേശീയ രാഷ്ട്രീയത്തിൽ. ദേശീയപരമായി പല ചാനൽ പ്രഡിക്ഷൻ്റെ, ടുഡേയ്സ് ചാണക്യ ആയിരുന്നാലും ടൈംസ് നൗ ആയിരുന്നാലും ആക്സിസ് നൗവിൻ്റെ പ്രഡിക്ഷൻ ആയിരുന്നാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും, എല്ലാ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങളിലും കേരളത്തിൽ UDFന് ഒരു ക്ലിയർ കട്ട് മാൻഡേറ്റ് കൊടുക്കുന്നുണ്ട്. അതാണിപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ സ്പേസ് ഇടങ്ങളിലെല്ലാം പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത്. കേരളത്തിലുള്ളവർ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റേതിനേക്കാളും പ്രോക്സിമിറ്റി എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, ഭരണമാറ്റം ഉണ്ടാകുമോ, പിണറായി വിജയൻ്റെ 10 വർഷത്തെ ഭരണം ജനങ്ങളിൽ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഭരണവിരുദ്ധ തരംഗമുണ്ടാകുമോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഏറ്റവും പ്രധാനമായി അറിയാൻ താല്പര്യം. മറ്റുള്ളിടത്തൊക്കെ എന്തു തന്നെ ആയിരുന്നാലും അതിനെയൊക്കെ 2ാം സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ അതിനെയൊക്കെ പിന്നീട് വിലയിരുത്താം എന്ന രീതിയിലേക്കാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും, എന്തിനധികം പറഞ്ഞു AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും വിലയിരുത്തുന്നത്. കാരണം KC വേണുഗോപാൽ മുഖ്യമന്ത്രി പദം ആഗ്രഹിക്കുന്നു എന്ന രീതിയിലേക്ക് വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഈ റിപ്പോർട്ടുകൾ കോൺഗ്രസിന് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നു. കോൺഗ്രസിന് അധികാരത്തിലേക്ക് വരാൻ കഴിയുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിൽ, അതായത് കർണാടകയും തെലങ്കാനയും ഹിമാചൽ പ്രദേശും കഴിഞ്ഞാൽ 4ാമത്തെ സംസ്ഥാനമായി കേരളം മാറുമോ? കാരണം കോൺഗ്രസിന് മറ്റൊരു സംസ്ഥാനത്തും അധികാരം ഇല്ല എന്നുള്ളതാണ്. അസാമിലാണെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നു എന്നതിന് അപ്പുറത്തേക്കൊന്നുമില്ല. കേരളമാണ് അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. പശ്ചിമ ബംഗാളോ തമിഴ്നാടോ ഒന്നും കോൺഗ്രസ് അവിടെ മന്ത്രിമാർ പോലും ഇല്ലാത്ത പ്രദേശമാണ്.